സുഹൃത്തെ നമസ്കാരം, ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ, കഷ്ടപ്പാട് ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ സാധനങ്ങളും എങ്ങനെ അട്രാക്ട് ചെയ്യാം എന്നാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നൊരു ഒരാളൊന്നുമല്ല. രാവിലെ എണീക്കുക, രാത്രി നേരം വൈകുന്നേരം വർക്ക് ചെയ്യുക, ഭയങ്കരമായിട്ട് ഓടുന്ന ഓട്ടം എടുക്കുക, ഇങ്ങനെ ചെയ്യണമെന്ന ആളില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിലായാലും എൻ്റെ റിലേഷൻഷിപ്പിലും എല്ലായിടത്തും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി പോയ ആളാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന 3 ടെക്നിക്കുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ടാവുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടാവും, അതായത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് 3 കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് ജീവിതത്തിൽ ഇത് പ്രാബല്യമാക്കുക. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടത്താൻ പറ്റിയ സാധനങ്ങളാണ് ഞാനിന്ന് പറയാം. നോട്ട് ചെയ്ത് പോവാം. അതിനിടയിൽ എൻ്റെ പുതിയ കോഴ്സ് വരുന്നത് 21 Days Magic Manifestation എന്ന പ്രോഗ്രാമിൻ്റെ പേര്. എല്ലാ ദിവസവും രാവിലെ 6 മണി തൊട്ട് 6:30 മണി വരെ അരമണിക്കൂർ പ്രോഗ്രാമാണ്. മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സും ബ്രീത്തിങ്ങും എല്ലാം കൊണ്ടും ചേർന്നൊരു പ്രോഗ്രാമാണ്. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ മാറ്റം വരുത്തിയ പ്രോഗ്രാമാണ്. ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. ഇത്രയും കൊല്ലമായിട്ട് സക്സസ്ഫുൾ റണ്ണിങ് ആണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം അയക്കുക. 1000 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യണത് ഒരു മാസത്തെ ഫുൾ കോഴ്സ്. അതോടൊപ്പം തന്നെ 1-to-1 ഡിസ്കഷൻസ് എല്ലാം കിട്ടുന്നുണ്ടാവും. ഓക്കെ, മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒന്നാമത്തെ പോയിന്റ്, സെറ്റ് ഇൻറ്റൻഷൻസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും നമ്മളുടെ ഗോൾസ് വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ എന്ത് സാധനമാണ് വേണ്ട സാധനം വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, നമ്മളെല്ലാ ആളുകളും എന്ത് സ്വപ്നവും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയെന്നാണ് ചിന്തിക്കുക, അല്ലേ? ഹൗ ടു ഡു ദാറ്റ്, ഹൗ ടു അച്ചീവ് ദാറ്റ്, എങ്ങനെ കിട്ടും, എങ്ങനെ പോകും, എങ്ങനെ ചെയ്യണം, ഇതാണ് നമ്മൾ പല ആളുകളും ചിന്തിക്കുക. പക്ഷേ നമ്മൾ മറന്നു പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൈ എന്ന് പറഞ്ഞ സാധനം, ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാനത് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ PSC എക്സാം എഴുതേണ്ടത്, എന്തിനാണ് ഞാൻ ഒരു നല്ലൊരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധം, ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഹൗ എന്ന് പറഞ്ഞ സാധനം പുറകെ തന്നെ വന്നോളൂ എന്ന് പറയാം. അതായത് വൈ വളരെ പ്രധാനപ്പെട്ട സാധനം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ, വ്യക്തത ഉണ്ടെങ്കിൽ, ഹൗ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ടാവും. അത് വ്യക്തികളായിട്ടോ സാഹചര്യങ്ങളായിട്ടോ മറ്റുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് സാധനം വരും, നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ആദ്യത്തെ പണി, ഇൻറ്റൻഷൻസ് ക്ലിയർ ചെയ്യുക. എന്തിനാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ഗോൾസ്, എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി വെക്കാമെന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പല ആളുകളുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഗോൾസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആദ്യം ഇൻറ്റൻഷൻസ് ഒന്ന് സെറ്റ് ചെയ്യാം. രണ്ടാമത് ഞാൻ ചെയ്തിരുന്ന വലിയൊരു സംഭവം എന്ന് വെച്ചാൽ സെൽഫ് ടോക്കാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ അടുത്ത നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കും. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും, മൊബൈൽ ഷൂട്ട് ചെയ്യും. അപ്പോൾ സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടാമത് ചെയ്യേണ്ട സാധനം, അതിൽ STA എന്ന് പറയും. STA എന്ന് പറഞ്ഞാൽ സ്പീക്ക്, തിങ്ക്, അഫേം. 3 സാധനങ്ങൾ. അതായത് എന്താണ് നിങ്ങളുടെ സ്വപ്നം, ആ സ്വപ്നം എല്ലാവരും പറയാം. അങ്ങനെ ഒരു മടിയുമായിരിക്കണം. പല ആളുകളും ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാതെ പോവോ, ഒന്നുമില്ല. നിങ്ങൾ എത്ര പവർഫുള്ളാണ്, എത്ര ശക്തമായിട്ടാണ് നിങ്ങൾ ഗോളെങ്കിൽ അത് നടന്നിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സ്ട്രാറ്റജീസ് അല്ല പറയേണ്ടത്, ആഗ്രഹങ്ങൾ പറയാം. നമ്മൾ എങ്ങനെയാണ് ഏതാണെന്നൊന്നും ആരോട് പറയണ്ട. പക്ഷേ എന്താണ് എൻ്റെ ഡ്രീം, എന്താണ് എൻ്റെ ഗോൾ, അത് മാക്സിമം ആളോട് സ്പീക്ക് പറയാം. 2 തിങ്ക്, അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. രാവിലെ നീറ്റ തുടങ്ങി കിടക്കുന്നവരെ സദാ അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. 3 അഫേമാണ്. അഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ടോക്കാണ്. അത് ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിലും ആ ചിന്തകൾ, ആ സംസാരങ്ങൾ അതിനെക്കുറിച്ചായിരിക്കണം. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോ വറീസ് നോ ഡൗട്ട്സ്. വറികൾസ്, അതായത് വേദനകളോ വിഷമങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടുകളോ ഉണ്ടാവാൻ പാടില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചിന്ത. നടക്കുമോ, ഇത് ശരിയാവുമോ, എനിക്ക് കിട്ടുമോ, നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ രീതിയിൽ സെൽഫ് ടോക്കാണ് രണ്ടാമത്തെ പോയിന്റ്. ഉള്ളിൽ സദാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക, അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് പോയിന്റ് നമ്പർ 2. മൂന്നാമത് ഞാൻ ചെയ്തിരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ആസ് ഇഫ് എന്ന് പറയും. എന്താണോ നിങ്ങളുടെ സ്വപ്നം, ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്തതായിട്ട് അങ്ങോട്ട് പ്രിറ്റൻഡ് ചെയ്യുക, ബിഹേവ് ചെയ്യുക. പോസ്റ്റർ, PPB എന്ന് പറയും. അതായത് പ്രിറ്റൻഡ്, ബിഹേവ്, പോസ്റ്റർ. ഈ 3 സാധനം ശ്രദ്ധിക്കുക. പ്രിറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് അതങ്ങോട്ട് ഇന്ന് മുതൽ ആ രീതിയിലായത് കിട്ടിയതായിട്ട് അങ്ങോട്ട് അനുമാനിച്ച് നടക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ പോലീസുകാരനാവണമെന്ന് ആഗ്രഹിക്കില്ല, SI ആവണമെന്ന് ആഗ്രഹിക്കുമെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ കിടക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് നാളെ ഇടേണ്ട യൂണിഫോം എല്ലാം തേച്ച് വൃത്തിയാക്കി അയൺ ചെയ്ത് തൂക്കിയിട്ടതായിട്ട് കാണുന്നുണ്ടോ നോക്കുക. അത് കാണുക. തൊട്ടടുത്ത് നാളിടേണ്ട ബ്രൗൺ ഷൂസ് എല്ലാം പോളിഷ് വെച്ചേക്കണം, ഇപ്പുറത്ത് നാളിടേണ്ട ബെൽറ്റ് എല്ലാം വെച്ചേക്കണം. ഈ രീതിയിൽ നിങ്ങളൊരു പോലീസുകാരൻ്റെ യൂണിഫോം എല്ലാം അവിടെ കിടക്കുന്നു. നാളെ രാവിലെ എണീറ്റ്
പോണ സമയത്ത് ബൈക്കിൽ ബുള്ളറ്റിൽ പോകുന്നു, സ്റ്റേഷനിൽ പോകുന്നു, ആൾക്കാർ സല്യൂട്ട് അടിക്കുന്നു, തിരിച്ച് സല്യൂട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇതാണ് ആദ്യത്തെ പോയിന്റ്. പ്രിട്ടൻഡ്. 2, ബിഹേവാണ്. പോലീസുകാരനായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. നിങ്ങൾ ഒരു പോലീസുകാരനായിട്ടാണ് സംസാരിക്കുക. എല്ലാവരും സംസാരിക്കും. പോലീസുകാരുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമല്ലേ, ആ രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ ഗോൾ എന്താണ്, ആ ഗോളിന് അനുസരിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. 3, പോസ്റ്റർ. നിങ്ങളുടെ ബോഡി പോസ്റ്റർ, ബോഡി ലാംഗ്വേജ് എല്ലാം ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? വളരെ സന്തോഷവാനായിരിക്കും, വളരെ പോസിറ്റീവായിരിക്കും, വളരെ അഭിമാനം ഉണ്ടാവും, ഇല്ലേ? അതെല്ലാം ഇപ്പോഴേ തന്നെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പ്രിട്ടൻഡ്, ബിഹേവ്, പോസ്റ്റർ, ഈ 3 കാര്യം ചെയ്യുക. ആക്ട് ആസ് ഇഫ് ആണ് 3ാമത്തെ പോയിന്റ്. ഈ 3 കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പലപ്പോഴും ചെയ്ത സാധനങ്ങളാണ്. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ, മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകളിലേക്ക് അറിയിപ്പ് പോട്ടെ, ആളുകളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരട്ടെ. വലിയ സംഭവബഹുലമായിട്ട് ജീവിതം ആയിരിക്കട്ടെ നിങ്ങളുടെ. വീണ്ടും കാണാം. ബൈ.